ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൺസ് അഗെയിൻ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കിയ കഥയാട്ടോ ഒന്ന് നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ നമുക്കിന്ന് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ നൈറ്റ് ബിരിയാണി വെക്കാലോ എന്ന് കരുതിയിട്ടായിരുന്നു മോർണിംഗിൽ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറണ്ട് നമ്മളെ ചതിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം, മസാലയെല്ലാം റെഡിയാക്കിയിട്ട്. അപ്പോൾ നമ്മൾ പൊരിച്ച ചിക്കൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, പൊരിച്ച ചിക്കൻ ബിരിയാണി ഗൈസ്. അങ്ങനെ നമുക്ക് ചിക്കനിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്പൈസസൊക്കെ ആഡ് ചെയ്ത് വിനാഗറൊക്കെ ചേർക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ എന്നാലും ഒരു മനസ്സുഖം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ശരിയായിട്ട് കറണ്ട് അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോർച്ചൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ മാഗ്നേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും മയോണൈസ് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയതാണ്. അപ്പോൾ മുട്ടനെ നോക്കിയിരിക്കുക കേട്ടോ, കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെയ്സിലത് നീക്കി വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് റൈസാണ്. അപ്പോൾ റൈസ് നമ്മൾ കുറച്ച് നേരം കുതിർത്ത് വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് 2 ഗ്ലാസ് അരിയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വെറും 5 പേരിലോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മച്ചി പറയുണ്ടായിരുന്നു അവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ അതന്നെ പറയായിരുന്നു. അങ്ങനെ റൈസ് എല്ലാം കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കർ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ മിന്നൂസ് മത്തം കൊത്തണ പോലെ തന്നെ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അവളൊരു സ്പെഷ്യാലിറ്റിയാണ് അത്. എത്ര കുഞ്ഞാക്കാൻ പറഞ്ഞാലും അവൾ വലുതാക്കിയിട്ടുള്ളൂ ലാസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണല്ലോ, അപ്പോൾ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 5 ആൾക്കാരെ കഴിക്കാനുള്ളൂ. അങ്ങനെ നമ്മുടെ പാൻ ചൂടായപ്പോൾ നമ്മൾ ഡാൽഡ ആട്ടോ യൂസ് ചെയ്തത്. പിന്നെ ഡാൽഡ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറണ്ട് വന്നിട്ടില്ല എന്ന് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡാൽഡ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ ഡാൽഡ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മച്ചി ഞാനും മാറി നിൽക്കുന്നുണ്ട്. ഞാൻ ക്യാമറയെ കൊണ്ട് 1/2 മീറ്റർ വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈയൊന്ന് ജസ്റ്റ് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിത്തെറിക്കുക മീൻസ് ഒന്നിങ്ങനെ ഒച്ച കേൾക്കുന്നതെന്നൊക്കെ പറയാം. അങ്ങനെ നമ്മളതിലേക്ക് സോൾട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിന്നുവിനെ നോക്കിയപ്പോൾ നല്ല പണിയിലാണ്. വീണ്ടും ചക്ക വെട്ടുന്നത് പോലെ ഓരോന്ന് അരിഞ്ഞു കൂട്ടുക കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഉമ്മച്ചിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഗേളാട്ടോ അവൾ. ഉമ്മച്ചിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ നമ്മളിനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ പൊരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് സെറ്റാക്കി വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഓണിയനും ഫ്രൈ ചെയ്തെടുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓണിയനും അതുപോലെ തന്നെ നട്ട്സ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നട്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വെറും ഓണിയനാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഓണിയൻ ഫ്രൈ ചെയ്ത് വരാം. അങ്ങനെ നമ്മളെ സവാള എല്ലാം ഒന്ന് മൂത്ത് വാട്ടി വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ 2 ഗ്ലാസ് അരിയും ബാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ആരും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഉപ്പപ്പൊക്കെ ഉണ്ടായിരുന്നു, ആളൊക്കെ കുറച്ച് കഴിക്കാറുള്ളൂ. പിന്നെ ഷാനു എടുക്കുന്നതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും, കാരണം ഇത്തിരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബിരിയാണി കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കഴിക്കും എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെയും കൊണ്ട് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ചിക്കന് അടിച്ച് കയറ്റി വയറ് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് കുക്കർ വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വിസിലെല്ലാം ഊതിയിട്ടാണ് നമ്മൾ വിസിലടുപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു
വിസിൽ ഊരാതെയാണ് മിന്നൂസ് കുക്കിംഗ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കേണ്ട ആ ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പോഴേക്കും ഉള്ളി ഒന്ന് വാട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളി വാട്ടാൻ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മിന്നൂസ് അത് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു മൊത്തം വെട്ടണ പോലെയാണ് അവൾ സവാള എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വാടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ അതിൽ തന്നെ ചിക്കനാണ് പൊരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചു. അപ്പം ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ എനിക്ക് ഈ പീസ് വേണം, എനിക്ക് ഈ പീസ് വേണമെന്ന്. ആ ഒരു കൂട്ടത്തിൽ പെടുന്ന കേട്ടോ ഇവിടെ 3 എണ്ണം. ഞങ്ങൾ 3 പേരും അങ്ങനെ കേട്ടോ, ഓരോ പീസ് കണ്ട് വെക്കും, എന്നിട്ട് അവസാനം അതിനെ തല്ലാകും. അങ്ങനെ ഞാൻ കണ്ടു വെച്ച പീസാട്ടോ ഞാൻ നോക്കണത്. പക്ഷേ കഴിക്കാൻ നേരത്തെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഉപ്പപ്പാൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് വാദിക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വിസിലടിച്ചു. അപ്പോൾ എനിക്ക് വിസിലടിക്കുന്നത് ചെറിയൊരു നെട്ടൽ തരുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇനായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിസിൽ കണ്ട അപ്പോൾ ഓടും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് സെറ്റാക്കി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല വേണം. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാള ഉണ്ട്, അതിലേക്ക് നമുക്ക് ഷുഗറെല്ലാം യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത് കേട്ടോ. സത്യം പറയല്ലോ, ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടായിരിക്കാം. നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുമ്പോഴേക്കും ഷാൻ അവിടെ പൊരിഞ്ഞടിയായിരുന്നു കേട്ടോ. അവനക്ക് ഏത് സാഹചര്യത്തിലായാലും അവനക്ക് ഫോൺ വേണം. അവന് ഫോൺ ഉണ്ടെങ്കിലേ ഒരു ഭാഗത്ത് നിൽക്കുള്ളൂ. അപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഫോണിൽ ചാർജൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനക്ക് എന്നാലും ടൈം പോകാൻ വേണ്ടി ഫോൺ വേണമെന്ന് പറഞ്ഞാൽ അവന് കരയായിരുന്നു. അങ്ങനെ പിച്ചിമയും പറയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കിനി മെയിനായിട്ടുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. ബിരിയാണിക്ക് നമുക്ക് മസാല വേണ്ടേ. അപ്പോൾ ഇതിനായിട്ട് തന്നെ ആദ്യം വലിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. പിന്നെ സവാളയും മുക്കൊന്നിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴാട്ടോ നമ്മൾ ശ്രദ്ധിച്ചത് നല്ലൊരു പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെരിയോനെ എന്നുള്ള ഒരു സോങ് ആയിരുന്നു ദ ഗോഡ് ലൈഫത്തെ. അപ്പോൾ നമ്മൾ ആരെയും ഈ പാടണമെന്ന് കരുതിയിട്ട് പോയതാട്ടോ. പിന്നെ ഇത് കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ കേൾക്കുമെന്ന് കരുതിയിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആകെ ചമ്പലും അങ്ങനത്തെ സൗണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് കേട്ടോ കേൾക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതെല്ലാം ആസ്വദിച്ച് വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഉമ്മച്ചി അതോടെ പകുതി വഴിയിൽ ഇട്ട് വെച്ച് പോന്നിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉമ്മച്ചിക്കും ഭയങ്കര എക്സൈറ്റഡായി. ആരും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാനും മിന്നസും ചിക്കന് വേണ്ടി തല്ലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ ഒരു പീസാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ രണ്ടുള്ള അതിന് വേണ്ടി തല്ലുകൂടാണ്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ചിക്കൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചിക്കൻ എടുത്ത് ഉമ്മച്ചി പറഞ്ഞു കൈയിനടിയിട്ടും മതിയായിരിക്കും പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ നെയ്സിലൊന്നും ഉമ്മക്ക് വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിന്നൂസ് വാങ്ങി അവളെന്നെ വാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോൺ പിടിക്കലും വാട്ടി കൊടുക്കലും നിന്നെയും കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹെൽപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കേട്ടോ. അങ്ങനെ നമ്മൾ ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മച്ചി മറന്നിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഇടാൻ. പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് എണ്ണയിൽ ജസ്റ്റ് വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. നമുക്ക് കറണ്ട് വന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു കേട്ടോ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കറണ്ടൊക്കെ വന്ന ആ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചോണ്ട് ഞാൻ എങ്ങനെ ഉറങ്ങും എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫാനിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ ഉമ്മ അതെല്ലാം മിക്സ് ചെയ്യുന്ന ഇടയിൽ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് മുടയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് വന്നിട്ട് ചെയ്യണം കരുതിയതാണ്. രാവിലെ കുളിച്ചിട്ട് അങ്ങനെ കെട്ടി വണ്ടിയിലാക്കി വെച്ച സംഭവം കേട്ടോ അത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഒന്നാഴ്ച കെട്ടൊക്കെ അറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മസാലയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറണ്ട് വന്നപ്പോൾ ഞാൻ ചാർജ് കുത്തി വെച്ചിട്ടാട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില വീഡിയോസുകളൊക്കെ നമ്മൾ ഷോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഒന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ചില വീഡിയോസിലൊക്കെ നമ്മളിൽ നിന്ന് മിസ്സായി. അതാണ് ചില ഭാഗം ഇങ്ങനെ കട്ടായിട്ട് തോന്നുന്നത്. പിന്നെ പെപ്പർ പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, അങ്ങനെ എല്ലാ സ്പൈസസ് എല്ലാം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഉമ്മക്ക് ഞാൻ ഓരോ പൊടികളൊക്കെ എടുത്തു കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. കാരണം ഞാനും ഉമ്മാൻ്റെ ആ ഒരു കൈത്താങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ തടസ്സമായിട്ട് നിൽക്കല്ലേ. അങ്ങനെ നമ്മൾ അവസാനം ഊഴായ നമ്മുടെ ചിക്കനെല്ലാം ഇട്ട് പൊരിച്ച് അപ്പോൾ ഒരു ചിക്കൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെടുക്കണം കരുതി വിഷമിച്ച് അതായി കിട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ചിക്കനും മസാലയും എല്ലാം യൂസ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടപ്പോൾ മോനെ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. സത്യം പറയാൻ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ പറയുമ്പോഴേ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കഴിക്കായിരുന്നു എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കാണാൻ. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വിസിലൊക്കെ ഒന്ന് പോയി വെച്ചിട്ട് നമ്മളെ ചോറ് റെഡിയായി. അങ്ങനെ നമ്മൾ ദം ചെയ്യാണ്. അങ്ങനെ നമുക്ക് ഓരോ ലെയറും വെച്ച് കൊടുത്തിട്ട് ദം ചെയ്യാം. ബാക്കി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിറ്റേ ദിവസത്തിന് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദമ്മെല്ലാം ചെയ്ത് വെച്ച് നമുക്ക് ഗാർണിഷിനായിട്ട് നമുക്ക് സവാളയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സവാളയും ഷുഗറെല്ലാം ആക്കി വെച്ചിരുന്നതും ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ സിനിമ കാണുമായിരുന്നു കേട്ടോ. കറണ്ട് വന്നപ്പോഴേക്കും ഉപ്പപ്പയും മിന്നൂസും ഷാനും എല്ലാവരും പാടെ ഇരുന്ന് സിനിമ കണ്ടു. അപ്പോൾ ഫോണിലാണ് നമ്മുടെ TV കേട്ട് നിൽക്കുക കേട്ടോ. അത് ഞാൻ കാണിച്ച് തന്നല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ നിസ്കരിക്കാനൊക്കെ പോയി. ഉമ്മാൻ്റെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ ദമ്മ് പൊട്ടിച്ചു. അപ്പോൾ ദമ്മ് പൊട്ടിപ്പിച്ച് തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉമ്മച്ചി ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഉമ്മച്ചിയോട് പറയുന്നത് നമ്മളിവിടെ ഒരു KP റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. അപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കഴിക്കാൻ തോന്നുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മച്ചിനോട് പറയും കഴിക്കണം എന്ന്. അങ്ങനെ ഉമ്മ ഉണ്ടാക്കി തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൈ കഴുകി, നമ്മൾ പെട്ടെന്ന് തന്നെ കൈ കഴുകി കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഷാൻ അതിൽ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവനക്ക് പൊലിവായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മയോണൈസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അതുപോലെ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോ കുറച്ച് ലോങ് ആണ്, അപ്പോൾ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കടിച്ച് വെച്ചിരുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടു. അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിക്കാനൊന്നും അത്രയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മച്ചി നമുക്ക് സെർവ് ചെയ്ത് തരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ടേബിളിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ മിന്നൂസും ഉമ്മച്ചിയാണ് സെർവ് ചെയ്ത് തരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഉപ്പപ്പയും ഞാനും പിന്നെ ഷാനും എല്ലാം നമുക്ക് സിനിമ കണ്ടിട്ട് ഫുഡ് കഴിക്കാനോട്ടേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉമ്മച്ചി എടുത്ത് വെച്ചു, കാരണം ഉമ്മച്ചി തരൂല എന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ ഓരോ തമാശയെല്ലാം പറഞ്ഞ് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.